ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റമദാൻ കരീം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നായിരിക്കില്ലേ റമദാൻ നമ്മളത് ഒന്ന് കഴിഞ്ഞ്. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ കിച്ചണിൽ കയറിയത്. അപ്പം ഞാൻ സ്നാക്കായിട്ട് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം എന്താ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റ് ഷവർമക്ക് വേണ്ടി ഞാൻ 2 ബ്രെഡ് എടുത്തുകൊണ്ട് ഇതാ ഒരു അടപ്പ് വെച്ചിട്ട് അത് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ എന്താ ഇതുപോലെ കിട്ടും. അപ്പം നമുക്ക് എല്ലതും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 2 മുട്ട മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പം അതാ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനത് ചിക്കൻ ഇതിക്ക് ചിക്കൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാനെടുത്ത എണ്ണയിൽ തന്നെ ഇത് പൊരിച്ചെടുക്കണത്. അപ്പം നമുക്കൊന്ന് ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം. അപ്പം അതാ നമ്മൾ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് തയ്യാറാക്കണം, ഷവർമൻ്റെ ഫില്ലിങ്. അപ്പം അതാ അതിനായിട്ട് ഞാൻ വലിയുള്ളി, ക്യാരറ്റ്, കാബേജ്, തക്കാളി ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും തക്കാളി സോസും മയോണൈസൊന്നും അധികമൊന്നും വേണ്ട. അധികം നമ്മൾ പോക്കറ്റ് ഷവർമയിൽ അത് ഒലിക്കും, നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒലിക്കും. അപ്പോൾ അത് പാകത്തിന് മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷവർമൻ്റെ ഫില്ലിങ് നിറച്ചു കൊടുക്കുക. നല്ല സിമ്പിളായൊരു സ്നാക്കാണിത്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പം അത് ഷവർമൻ്റെ ഫില്ലിങ് ഓരോന്നോരോന്ന് നമുക്ക് നിറച്ചു കൊടുക്കാം. അപ്പം അതവിടെ റെഡിയായി. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. അപ്പം ഞാൻ നല്ല റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ റോബസ്റ്റിൻ്റെ പഴം ഒന്ന് ഇട്ടു. പിന്നെ അതൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ ഉള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് 2 ഇട്ട് ഒന്ന് ജ്യൂസ് തയ്യാറാക്കാതെ കരുതി. ഇതുവരെ അടിച്ചു നോക്കിയിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വല്ലാതെ പണിയൊന്നുമില്ല. ജ്യൂസും സ്നാക്സൊക്കെ എന്തെങ്കിലും റെഡിയാക്കിയാൽ മതി. തുറക്കാനുള്ള ഫുഡ് ചോറ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പണിയില്ല. അപ്പോൾ അതാ നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാനുള്ള ഈത്തപ്പഴമൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പത്തിന് സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ തുറക്കാനാണ് ടൈമിൽ ഭയങ്കര തിരക്കായിക്കാറില്ലേ. നമ്മൾ എങ്ങനെ ഒരുക്കി വെച്ചാലും ഭയങ്കര തിരക്കായിക്കാറില്ലേ. അതേപോലെ തന്നെയാണ് ഇതും. തിരക്കിട്ട് എല്ലാം റെഡിയാക്കുകയാണ്. ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സ് ആപ്പിളും ഓറഞ്ചും ചെത്തിയെടുക്കുകയാണ്. വല്ലാതെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ആ നേരമാകുമ്പോൾ ഭയങ്കര തിരക്കിലേക്കാരം. ഇപ്പം അത് റെഡിയായി. നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചേക്കാം.
അപ്പം ഇതാ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോന്നും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ എടുത്തേക്കണ കണ്ടിട്ട് ഓനും നോമ്പ് ഒറ്റക്കണ കണ്ട് ഓനും വന്നിരുന്നിക്കണ്. അപ്പൊ അതാ ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറക്കാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും ഇപ്പോൾ കഴിക്കണില്ല. നമ്മൾ ചോറൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. നമ്മളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കരുതിയത്. അപ്പം ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഈ ജ്യൂസ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ആണോന്നൊന്നുമില്ല, ഉള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ക്ലീൻ ആക്കൽ. ആ നോമ്പ് തുറന്ന് വയറൊക്കെ ഫുള്ളായ ടൈമിലുണ്ട് ഒരു ക്ലീൻ ആക്കൽ. വല്ലാത്തൊരു പിരാന്താണത്. പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.